dears, welcome back to Silent Learning. It's me, Sri Bhama SB. മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലടാ. എക്സാമിലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരാൻ പോകുന്ന ടൈമാണല്ലേ. അപ്പൊ നന്നായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണെന്ന് മിസ്സിനറിയാം. അപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ കാണത്തില്ലാത്ത ടോപ്പിക്കാണ്. ഏതാണ് ചാപ്റ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ സ്റ്റോറി. വേസ്റ്റ് വാട്ടറിനും ഉണ്ട് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടല്ലേ. നമ്മൾ വെറുതെ അഴുക്ക് ചാലക്കൂടെ അഴുക്ക് വെള്ളം വന്ന് കളയുന്ന സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്റെ മക്കളെ ശ്രദ്ധിച്ചിരിക്കാം. റെഡി? നോക്കടാ, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അഴുക്ക് ചാല നമ്മൾ പറയാറുണ്ട് അല്ലെ. വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ടും എന്താണ്, നന്നല്ലാത്ത വെള്ളം. നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണോ? ഒരിക്കലും അല്ല. ഒരുമാതിരി ഒരു വൃത്തികെട്ട സ്മെല്ലുള്ള ദുർഗന്ധമുള്ള വാട്ടറാണ് അതിലൂടെ പോകുന്നത് അല്ലേ. അപ്പൊ എന്താ ഇതുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ അങ്ങനെ പറയുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ റീസൺ, കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ റീസൺ കൊണ്ട് മലിനപ്പെടാം, വാട്ടർ പൊല്യൂഷൻ സംഭവിക്കാം? ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ. നമ്മളായിട്ട് ചെയ്യുന്ന കുറെ പരിപാടികളുണ്ട്. നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഫാക്ടറിയിലെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിടും. അതൊരു മെയിൻ ഫാക്ടറാണ് വാട്ടർ പൊല്യൂഷന്. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോയിടുന്നത് അതും മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ആ കുപ്പി എടുത്ത് ഒറ്റ വലിച്ചെറിയില്ല, അതെന്ത് ചെയ്യും, അവിടെ പോയി കിടക്കും. അതും എന്തിന് കാരണമാണ്, പൊല്യൂഷന് കാരണമാണ്. അങ്ങനെ ഒരുപാട് റീസൺ കൊണ്ട് നമ്മുടെ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കാറുണ്ട്. ഞാൻ നോക്കടാ, ഒരുപാട് ഇൻഡസ്ട്രിയലും അതുപോലെ നമ്മുടെ മറൈൻ കൾച്ചറിൽ നിന്നിപ്പോ കപ്പലുകളിൽ നിന്നൊക്കെ ഓയിലൊക്കെ വെള്ളത്തിലോട്ട് പോകുമ്പോൾ അതും പൊല്യൂഷൻ സംഭവിക്കാറുണ്ട്. ഓയിൽ സ്പിൽ ചെയ്യുന്നത്, കമ്പഷൻ ഓഫ് കാറുകള്, ഒരുപാട് റീസൺ കൊണ്ട് വാട്ടറിന് പൊല്യൂഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പൊല്യൂഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അതൊക്കെ വേസ്റ്റ് വാട്ടർ ആയി പോയി എന്ന് പറയും അല്ലേ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. റിച്ച് ഇൻ ലാദർ മിക്സഡ് വിത്ത് ഓയിൽ ബ്ലാക്ക് ബ്രൗൺ വാട്ടർ ദാറ്റ് ഗോസ് ഡൗൺ ഡ്രെയിൻസ് ഫ്രം സിങ്സ് ഷവർ ടോയ്ലറ്റ് ലോണ്ട്രീസ് ഈസ് ഡേർട്ടി വിച്ച് ഈസ് നോൺ ആസ് വേസ്റ്റ് വാട്ടർ. നമ്മളെ ആലോചിക്കുക, നമ്മുടെ എന്താ പറയാ, ടോയ്ലറ്റിൽ നിന്ന് പോകുന്നതും ലോണ്ട്രീസിൽ നിന്ന് അപ്പൊ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് ഡേർട്ടി ആയിട്ടുള്ളതും, സിങ്കിലൂടെ പോകുന്നത് നമ്മൾ വാഷ് ചെയ്തും കാര്യങ്ങൾ, ഇപ്പോ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ സിങ്കിലൂടെ ഒഴിച്ചു കളയല്ലേ അത്. പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുന്നത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാരണം നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വെള്ളത്തിൽ എന്ത് സംഭവിക്കാണ്, ഡേർട്ട് സംഭവിക്കാണ്. ഒന്നെങ്കിൽ ബ്ലാക്ക് ബ്രൗൺ വാട്ടറായി മാറും, അല്ലെങ്കിൽ ഓയിൽ അതിൽ മാറും, റിച്ച് ഇൻ ലാദർ ആയിട്ട് മാറും. നല്ല നൊരയും പതിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, വേസ്റ്റ് വാട്ടർ എന്ന് പറയും അല്ലേ. അതിനെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. പക്ഷെ വേസ്റ്റ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്, ക്ലിയർ ആയിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറേ നമുക്ക് കുടിക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലെ. നമ്മൾ ഹെൽത്തി ആവണമെങ്കിലും നമുക്ക് പ്യുവർ വാട്ടർ തന്നെയാണ് കുടിക്കേണ്ടത്. സോ ക്ലീനിങ് ഓഫ് വാട്ടർ ഈസ് എ പ്രോസസ്. ക്ലീനിങ് ചെയ്താലേ നമുക്ക് കുടിക്കാൻ പറ്റൂ. അപ്പൊ ക്ലീനിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് പൊല്യൂട്ടൻസ് ബിഫോർ ഇറ്റ് എൻറ്റർ വാട്ടർ ബോഡി ഓർ റീയൂസ്ഡ്. നമുക്ക് വീണ്ടും യൂസ് ചെയ്യണമെങ്കിലോ നമ്മുടെ വാട്ടർ നമ്മുടെ ബോഡിയിലോട്ട് പോകണമെങ്കിലോ ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ക്ലീനിങ് പ്രോസസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ആണ്. അതെന്താണ്, പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യുക. അതിൽ വേണ്ടാത്ത സാധനങ്ങളെ നമ്മൾ റിമൂവ് ചെയ്യാന്നുള്ളതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴേ ക്ലീൻ ആയി നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. The process of wastewater treatment is commonly known as sewage treatment. കണ്ടോ, അങ്ങനെ അതിനെ ഒഴിവാക്കി കളയുന്ന ഒരു മെത്തേഡ് ആണ് സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സീവേജ് വാട്ടർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ കാണുന്നല്ലേ, ഡെയിലി നമ്മൾ പുറത്തുമ്പോൾ കാണുന്നല്ലേ സീവേജ് വാട്ടർ. അപ്പൊ അതിനെ നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് ചെയ്ത വേസ്റ്റ് വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചെങ്കിലും നല്ല രീതിയിലോട്ട് പ്യുവർ ആക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് സീവേജ് ക്ലിയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സീവേജ് വാട്ടറിനെ ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി പോകുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ സീവേജ് ക്ലിയർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സീവേജ് എന്നും കൂടെ നമുക്ക് അറിയണ്ടേ. ഈ അഴുക്ക് ചാലിൽ ഉണ്ടാവുന്ന ഈ ഓവ് ചാലിലൊക്കെ ഉണ്ടാവുന്ന സാധനം ഉണ്ടല്ലോ, അതെന്താണെന്നും കൂടെ മിസ് എന്ന് പറഞ്ഞുതരാം. സീവേജ് ഇസ് എ വേസ്റ്റ് വാട്ടർ റിലീസ് ബൈ ഹോം, ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ, ഓഫീസ് ആൻഡ് അതർ യൂസേഴ്സ്. ഓഫീസുകളിൽ നിന്ന്, ഹോസ്പിറ്റലിലൊക്കെ പ്രത്യേകിച്ച് അല്ലെ, ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ, കെമിക്കൽസ് പോലെയുള്ള സാധനങ്ങളും മരുന്ന് മെഡിസിൻസ് ഒക്കെ അതിലാവുന്നത് കൊണ്ട് ഇതൊക്കെ എന്താവാറുണ്ട്, വേസ്റ്റ് വാട്ടർ ആയിട്ട്, സീവേജ് വാട്ടർ ആയിട്ട് മാറാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് റെയിൻ വാട്ടർ ദാറ്റ് ഹാസ് റൺ ഡൗൺ സ്ട്രീറ്റ് ഡ്യൂറിംഗ് സ്റ്റോം, ഹെവി റെയിൻ.
നല്ല റെയിനും കാര്യങ്ങളും വരുമ്പോ ചളിവെള്ളല്ലേ മക്കളെ റോഡിൽ കൂടെ പോവാ. നമ്മള് പല സമയത്ത് ഇന്നലെ ഇപ്പൊ അടുത്തും കൊണ്ട് നന്നായിട്ട് മഴ പെയ്തല്ലേ ഉള്ളൂ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ടും വെള്ളം നിറയും. പക്ഷെ ആ വെള്ളം നല്ല വെള്ളമാണോ? സീവേജ് വാട്ടർ ആണല്ലേ, അതിൽ ഫുള്ള് ഡേർട്ടും കാര്യങ്ങളും ആയിട്ട് നന്നല്ലാത്ത വെള്ളമാണ് ഉണ്ടാവുക. ആൻഡ് ദ വാട്ടർ ദാറ്റ് വാഷസ് ഓഫ് ദ റോഡ് റൂഫ് ടോപ്പ് ക്യാരീസ് ഹാർംഫുൾ സബ്സ്റ്റൻസ് വിത്ത് ഇറ്റ്. അതിലൊക്കെ എന്തുണ്ടാകും? നന്നല്ലാത്ത, നമുക്ക് തീരെ നന്നല്ലാത്ത ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അതിനകത്ത് ഉണ്ടാകും. അപ്പൊ സീവേജ് ഈസ് എ ലിക്വിഡ് വേസ്റ്റ്, അതൊരു ലിക്വിഡ് വേസ്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് വാട്ടർ വിച്ച് ഹാസ് ഡിസോൾവ് ആൻഡ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്. കംപ്ലീറ്റ് ഇംപ്യൂരിറ്റീസും സസ്പെൻഡ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്തിട്ടില്ല നന്നല്ലാത്ത വെള്ളമാണ് സീവേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ സീവേജ് വാട്ടർ എന്താണ് സീവേജ് എന്നും പഠിച്ചു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടർ പ്രോസസ്സ് പഠിച്ചു, സീവേജ് ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചു, ആൻഡ് സീവേജ് വാട്ടർ എന്താണെന്ന് പഠിച്ചു. സെറ്റ് അല്ലടാ? റെഡി അല്ലേ? അപ്പൊ വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ ഒരു 1, 2, 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ വരുന്ന ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.